എല്ലാ കുട്ടികൾക്കും എന്റെ ഡ്രീം ജേണിയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നേക്കണത് ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്താണ് ഒരു പുതിയ അടവായിട്ട് വന്നേക്കണേന്ന്. പുതിയ അടവൊന്നുമല്ല കേട്ടോ. ഇന്നൊരു എന്താ പറയുക, ഒരു ട്രൈ ആണ്. ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഞാൻ പോകുന്നത്. ഇൻ്റർവ്യൂ ഒക്കെ കുളമൊന്നും അറിയാൻ പാടില്ല. എന്നാലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം കേട്ടോ. കാര്യം ഇൻ്റർവ്യൂ ചെയ്യാനാണെങ്കിലും ഞാൻ പോണത് എൻ്റെ കസിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. ആദ്യം അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. ഡോക്ടർ മുഹമ്മദ് റഫീഖ് ഹോമിയോപ്പതി ശിഷ്യാർട്ടിസ്റ്റ്. എന്താ സംഭവം ഒന്നും മനസ്സിലാവണില്ല. നമുക്ക് അകത്ത് കയറിയിട്ട് ആളുണ്ടോയെന്ന് നോക്കിയിട്ട് ആളെടുത്ത് നമുക്ക് ചോദിച്ച് ഇതാക്കി മനസ്സിലാക്കണമല്ലോ നല്ലത്. അപ്പം ഈ കൊച്ചിനെ എന്താണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആകെ ഇങ്ങനെ ഇതായിട്ട് ഇരിപ്പുണ്ടാകും അല്ലേ? വേറൊന്നുമല്ല, കസിൻ്റെ വീട്ടിൽ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകണം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ എൻ്റെ കസിൻ്റെ കെട്ടിയവൻ മാത്രമല്ല കേട്ടോ, അവർ മൊത്തത്തിൽ എല്ലാവരും കൂടെ ഈ ലോക്ക്ഡൗൺ ഒക്കെ തുടങ്ങിയപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ അവിടെ ഗാർഡനിലൊക്കെ വരുത്തിയിട്ടുണ്ട്. അത് നല്ല രസമുള്ള മാറ്റങ്ങൾ. അപ്പം അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് കസിൻ്റെ അടുത്ത് വന്നേക്കണേ കേട്ടോ. നല്ല വിശേഷം. ഇന്നത്തെ പരിപാടി ഇതാണ്. ഇന്നത്തെ പരിപാടി എന്താണ് ഇവിടെ? ഇത് എന്റെ കസിൻ. ഹലോ. അപ്പൊ ഇന്ന് എന്നെ പിടിച്ച് പൊരിക്കാനുള്ള പരിപാടി. അതെ അതെ അതെ. അതായത് ഞാനായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെക്കാട്ടി നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് കേൾക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വിശേഷങ്ങൾ കേൾക്കാം. അപ്പൊ നമ്മള് ആദ്യം ഒരു ബോർഡ് കണ്ടില്ലേ? ആ ബോർഡ് കണ്ടപ്പോ ഞാനൊരു ജർമ്മൻ രീതിയിലേക്ക് അത് എഴുതിയേക്കണത്. അപ്പൊ എന്താണത് സംഭവം ഒന്നും പിടിയിട്ടില്ല. അപ്പൊ നമുക്കത് എന്താണെന്ന് ചോദിച്ചു നോക്കാം. ഈ ജർമ്മൻ ഭാഷയിലുള്ള ബോർഡാണ്, അത്രേ ഉള്ളൂ. സംഗതി നാടൻ തന്നെയാണ്. ഞാൻ ഹോമിയോപ്പതി ഡോക്ടറാണല്ലോ. അപ്പൊ ഞങ്ങളുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഹോമിയോപ്പതി ഉണ്ടായ രാജ്യം ജർമ്മനിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒരു സിംബോളിക് ആകാൻ വേണ്ടിയിട്ട്. ജർമ്മനിയൊന്നുമല്ല, ഇത് നാട് തന്നെയാണ്. കേരളത്തില് മാഞ്ഞാലിയില്, നോർത്ത് പറവൂർ താലൂക്കിൽ മാഞ്ഞാലി എന്ന് പറയുന്ന സ്ഥലത്തുള്ള എന്റെ വീടാണ്. കൊച്ചുകുന്നുംപുറം എന്നാണ് ഈ ലൊക്കാലിറ്റി അറിയപ്പെടുന്നത്. അപ്പൊ നമുക്കിനി ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. അത്യാവശ്യം പ്രത്യേകിച്ച് ലോക്ക്ഡൌൺ ആയതിനു ശേഷം കുറച്ച് ടൈം ഫ്രീ ആയല്ലോ. അപ്പൊ ഞാനും വൈഫും പിള്ളേരും എന്റെ മദറും എല്ലാവരും കൂടി ഒരു കുറച്ചൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ലോക്ക്ഡൌണിന്റെ സമയം കളയാൻ വേണ്ടിയിട്ടും അതോടൊപ്പം ഒരു ടൈം പാസ്, ഒരു ഹോബിയുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ്. വൈഫിനും മാർക്കൊക്കെ കൃഷിയും അതൊക്കെ അത്യാവശ്യം താല്പര്യമുള്ളവരാണ്. ഞാനും ഇപ്പൊ അതിന്റെ കൂടെ മുമ്പൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ഇതിനോട് താല്പര്യം. പക്ഷെ ഗ്രാജുവലി അതൊക്കെ വന്നു കഴിഞ്ഞു. ചെറുതായിട്ടുള്ള ആർട്ട് വർക്കൊക്കെ പണ്ടേ ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പോ ഗവൺമെന്റ് സർവീസിലാണ്. അപ്പോ കാര്യമായിട്ടൊരു ടൈമൊന്നും എക്സ്ട്രാ കിട്ടാറില്ല. എങ്കിലും കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഉള്ള കാര്യങ്ങള് നമുക്ക് ഓരോന്നായിട്ട് കാണാം. അതായിരിക്കും നല്ലത്. അതെ, സാധാരണ കോമൺ ആയിട്ട് കാണുന്ന കാര്യങ്ങളല്ല, കുറച്ച് വ്യത്യാസമുള്ള കാഴ്ചകളാണ്. ആദ്യം നമുക്ക് വേണമെങ്കിൽ മൈക്കോണോസിലോട്ട് പോവാം അല്ലെ? ഈ ഗ്രീസില് 2 ഐലൻഡ് ഉണ്ട്, മൈക്കോണോസ്, സാന്റോറിനി, 2 ഐലൻഡ്. ആ ഐലൻഡിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് സാന്റോറിനി, മൈക്കോണോസ് ഐലൻഡ് ഒന്ന് കാണാം. ഇത് യൂറോപ്പിൽ ഒരു സ്ട്രീറ്റ് ആണ്. ഇപ്പൊ ഇതെന്റെ വീട്, ഇതെന്റെ കൺസൾട്ടേഷൻ ചേംബർ. ഇതിനിടയിലുള്ള സ്പേസ് ഒരു യൂറോപ്യൻ സ്ട്രീറ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ, ഗ്രീസിലെ സാന്റോറിനി, മൈക്കോണോസ് എന്ന് പറഞ്ഞ 2 ഐലൻഡുകളും. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭിത്തികൾക്കെല്ലാം ഓഫ് വൈറ്റ്, പിന്നെ ജനല് വാതിലിന് അങ്ങനെ മട്ടുപ്പാവുകൾക്ക് ഇതെല്ലാം മാർജോറനിലെ ബ്ലൂ കളറാണ്, ഒരു പ്രത്യേക കളറ്. അതോടൊപ്പം തന്നെ അവിടെ ടൈൽസിന് പ്രത്യേകതയുണ്ട്. വൈറ്റ് പിന്നെ ഗ്രേ കളറിലുള്ള രീതിയിലാണ് അവിടെ കല്ലുകൾ വിരിച്ചിരിക്കുന്നത്. പിന്നെ എല്ലാ വീടുകളിലും ഇത്തരത്തിലുള്ള ഫ്ലവർ പോട്ട്സ് എല്ലാം പിടിപ്പിച്ചിട്ടുണ്ടാവും നല്ല രീതിയിൽ. അതുപോലെ യൂറോപ്പിലെ പുകക്കൊഴലുകൾ, അതുപോലെ പ്രത്യേക ലൈറ്റുകൾ, യൂറോപ്പിന്റെ തനതായ ലൈറ്റാണ്. പിന്നെ അവിടുത്തെ പ്രത്യേക കൈവരി വീടുകൾ, അതിനെല്ലാം അത് കണ്ട് നമ്മൾ പലപ്പോഴും സഞ്ചാരം പോലുള്ള എപ്പിസോഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരത്തിൽ അദ്ദേഹം പലപ്പോഴും കാണിച്ചത്. അതിനുശേഷമാണ് എനിക്കിത് സ്പാർക്കായത്. പിന്നീട് ഞാൻ യൂറോപ്പിലൊക്കെ പോയപ്പോൾ അവിടുത്തെ റോഡുകൾ അതൊക്കെ കണ്ടു. അപ്പൊ യൂറോപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ബിൽഡിങ്സ് ഒന്നുമല്ല, പഴയത് തന്നെ. പക്ഷെ അവരുള്ളതിനെ വൃത്തിയായി, ഭംഗിയായി, അത് എങ്ങനെയാണോ ആ പണ്ട് തുടങ്ങിയുള്ള ഡിസൈനും അത് തന്നെ, ഒരു മാറ്റം ഉണ്ടാവില്ല. യൂറോപ്പിലെ സ്ട്രീറ്റിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ
ആ കല്ലുകളെല്ലാം വളരെ നല്ല ഭംഗിയിൽ അത് വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്ത് തന്നെ ചെയ്തതാണത് രണ്ടും. ഇതെല്ലാം വെറും സാധാരണ ഇവിടെ ഉണ്ടായിരുന്ന ഫർണിച്ചറുകളാണ്. അതെല്ലാം പൊളിഞ്ഞ് ഇതായിട്ട് കിടക്കുകയായിരുന്നു. അതിനെ നമ്മളൊന്ന് റിപ്പയർ ചെയ്തെടുത്തു. അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ സ്ട്രീറ്റ്. അപ്പൊ ഞാൻ ഈ ഒരു ക്ലിപ്പിന്റെ റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തേക്കണ ശരിക്കുള്ള ഒരു മൈക്കണോ സ്ട്രീറ്റ് ആണ് കേട്ടോ. അപ്പൊ ശരിക്കും നമുക്ക് ഇതിലൂടെ നടക്കുമ്പോൾ ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണത് അല്ലേ. ചെറിയൊരു സ്പേസ് ഇതേപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു യൂറോപ്യൻ സ്ട്രീറ്റ് തന്നെ നമ്മുടെ ഗാർഡനിലോട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ഒന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാണ്ട് കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നല്ലൊരു ഗാർഡൻ നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതൊരു യൂറോപ്യൻ സ്റ്റൈൽ. എന്തായാലും ആ ഒരു ഫർണിച്ചറൊക്കെ അങ്ങനെ കൊടുത്തേക്കണതും എല്ലാം ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ്. നിങ്ങൾ കുറച്ചും കൂടെ സെർച്ച് ചെയ്ത ഫോട്ടോസൊക്കെ നോക്കാട്ടെ, അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഒരു സ്ട്രീറ്റിന്റെ താഴ്ഭാഗം ആ ഒരു ടൈൽസൊക്കെ അതേ രീതിയിൽ തന്നെ കൊണ്ടുവരാൻ റഫീഖ് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ സ്ട്രീറ്റ് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടാ. ഇതെന്താ സംഭവം? ഒരു വലിയൊരു ഷൂ. ഇതാണ് നെതർലാൻഡിലെ, അതായത് ഹോളണ്ട്, പണ്ടത്തെ ഹോളണ്ടുകാരുടെ അവിടുത്തെ കർഷകരുടെ വുഡൻ ഷൂവിന്റെ മാതൃകയാണ്. ഇതിന് ക്ലോഗ് എന്നാണ് പറയാ. ക്ലോഗ്, ലക്ഷക്കണക്കിന് ക്ലോഗുകൾ ഇപ്പൊ നിലവിലെ ഒരു സുവനീറായിട്ട് നമ്മൾ കഥകളിയുടെ മോഡലെല്ലാം വിൽക്കുന്ന പോലെ അവരത് ഉപയോഗിച്ച് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉത്സവത്തിന്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഭാഗത്തും ഇപ്പൊ നമ്മള് നെതർലാൻഡിലൊക്കെ പോയി ആംസ്റ്റർഡാമിലൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ മിക്ക ഷോപ്പുകളുടെ മുമ്പിൽ ഇതുണ്ടാവും. നമ്മൾ അവിടെ നിന്നിട്ട് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു. അപ്പൊ അത് ഞാൻ ഉണ്ടാക്കിയത്, അത് കോൺക്രീറ്റ് വെച്ചാണ് ഉണ്ടാക്കിയത്. ഞാൻ തന്നെ ഉണ്ടാക്കിയത്. അതൊരു 2 ആഴ്ച വർക്ക് എടുത്തു. പലപ്പോഴും സമയം കിട്ടുമ്പോൾ ചെയ്തതാണ്. ഞാൻ കോൺക്രീറ്റിലാണ്. ഇതിന്റെ മുകളിൽ കയറിയിരുന്നാലൊന്നും പോയില്ല, നല്ല സ്ട്രോങ് ആണ്. അപ്പോ ഇത് സെൽഫി എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ സെൽഫി എടുക്കാറ്. അവിടെ പേഷ്യൻസും ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ എടുക്കാറുണ്ട്. അപ്പൊ ഈ ക്ലോക്ക് ഷൂ ഒറിജിനൽ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ യൂറോപ്പിലൊരു സെമിനാറിന് പോയപ്പോ അവരെനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ്. ഇത് വുഡാണ്. ഇത് അവരുടെ കർഷകര്, നമുക്കറിയാം നെതർലാൻഡ് ഒരു കാലത്ത് കുട്ടനാട് പോലെ വെള്ളത്തിനടി കിടന്ന സ്ഥലമാണ്. അവരവിടെ വിൻഡ് മില്ലൊക്കെ ഉപയോഗിച്ച് അവിടുത്തെ വെള്ളത്തിന്റെ ലെവലെല്ലാം കറക്റ്റ് ആക്കി. ഇപ്പൊ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ നെതർലാൻഡ് നമുക്ക് സഹായമൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു. അപ്പൊ ഈ ക്ലോക്ക് ഷൂ ഇത് ഒറിജിനലാണ്. ഈ ഷൂവിന്റെ പ്രത്യേകത, ഇതിട്ടിട്ടാണ് അവിടുത്തെ കർഷകര് പാടത്തൊക്കെ പോകുന്നത്. ചെളിയിലൊക്കെ വളരെ വേഗത്തിൽ നടക്കാൻ പറ്റും. നമ്മളിപ്പോ ചെളിയിൽ ചെരുപ്പിട്ട് നടന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ പെട്ടെന്ന് ഒരു കുഴപ്പമില്ല, എത്ര ചെളിയിലും ഇതിട്ടിട്ട് നടക്കാൻ പറ്റും. ക്ലോക്ക് ഷൂ ഇത് വുഡാണ്, പ്രത്യേക വുഡാണ്. അതിന്റെ പേര് ഞാൻ മറന്നുപോയി, ഏത് തരം മരമാണെന്നുള്ളത് ഞാൻ മറന്നുപോയി. ഇത് ഒറിജിനൽ സാധനമാണ്. ഇതിട്ടിട്ട് ഇടയ്ക്ക് ഞാൻ പറമ്പിലൊക്കെ ഒന്ന് നടക്കാറുണ്ട്. ആളുകൾക്കൊന്നും ഒരു വളരെ സേഫാണ്, ഒന്നും ഒന്നും പറ്റില്ല. അതിനുശേഷം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ കർഷകർ ഇത് കുറെ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിന്റെ അടി തേയും, മരമാണല്ലോ. അപ്പൊ അവരത് ഫയർ പ്ലേസിൽ ഇട്ടിട്ട്, എല്ലാ വീട്ടിലും ഫയർ പ്ലേസ് ഉണ്ടാവും, അതിലിട്ടിട്ട് കത്തിച്ച് ചൂടും. അപ്പൊ അവരത് വേസ്റ്റ് ആക്കുന്നില്ല, വളരെ നാച്ചുറൽ ആയിട്ട് ഇപ്പോഴും അത് ഉപയോഗിക്കുന്ന കർഷകർ അവിടെയുണ്ട്. എന്തായാലും ഇതിന്റെ സ്റ്റോറി അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇനിയിത് ഇവിടെ ഇരിക്കാനുണ്ടല്ലോ ഈ ഒരു ഷൂ. പക്ഷെ എന്താണ് ഇതിന്റെ ബാക്കിലെ കഥ എന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നോ. ക്ലോക്ക് നിങ്ങൾ ഗൂഗിളിൽ പോയി നോക്കാൻ അറിയാം. ക്ലോക്ക് CLOG, യൂറോപ്പിലെ ക്ലോക്ക്. ആംസ്റ്റർഡാമിലൊക്കെ പോവുകയാണെങ്കിൽ വാങ്ങിച്ചു കൊണ്ടുവരും. അതിന്റെ മോഡൽ ചെറുത് കിട്ടും, വലുതും കിട്ടും, ചിലപ്പം കൂടുതലായിരിക്കും വാങ്ങിക്കാവുന്നത്. പറ്റി പറയുകയാണെങ്കിൽ നോക്കുമ്പോ ഒരു പാല് നിറച്ച പാത്രത്തിൽ നിന്ന് പാലിങ്ങനെ ഒലിച്ചു പോകുന്ന പോലെ. എനിക്കാകെ മരുന്നുകളുടെ പേര് മാത്രം അറിയാം. ചെടികൾ ഞാൻ സഹായിക്കും, ഹെൽപ്പ് ചെയ്യും, ഡിസൈനിങ്ങും എല്ലാം സഹായിക്കും. പാട്ട് തിറക്കുന്ന ഒരു കേസ് കൊടുക്കും. അപ്പൊ ഇതോടെ തീർന്നിട്ടില്ലാട്ട് ഇവരുടെ ഐഡിയാസ് ഒക്കെ. ഇനി വരുന്ന എപ്പിസോഡില് ബാക്കിയും കൂടി ഉണ്ടാവും. അപ്പൊ എല്ലാവരും അതൊക്കെ മിസ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അപ്പൊ റഫീഖയുടെ മൈക്കണോ സ്ട്രീറ്റും അതേപോലെ തന്നെ ക്ലോക്ക് ഷൂവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മള് ആദ്യം തന്നെ പോണത് ജർമ്മനിയിലോട്ടാണ്. ജർമ്മനി തന്നെയല്ലേ? അതെ. അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് എന്താ പറയാ,
ആ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. ചമ്മലുണ്ടാ? അപ്പൊ നമ്മള് ജർമ്മനിയിലോട്ട് പോവേണ്ടോ? വന്നു പറയണ്ടല്ലേ ഇങ്ങനെയാണ്. ഇതിന്റെ ഉള്ളിലോട്ട് ആരെങ്കിലും ഉണ്ടാ? ആ ഇതിന്റെ ഉള്ളിലോട്ടൊക്കെ നോക്കണോട്ടാ. കളിസ്ഥലമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്റെ പൊന്നു മോളെ ഇത് പെണ്ണാണോ ചടങ്ങല്ല, വെള്ളം കൊടുക്കാനതാണ്.